Welcome you all. Today we are going to discuss about expert system lifecycle and expert system tools. So നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് എക്സ്പേർട്ട് സിസ്റ്റം ലൈഫ് സൈക്കിളിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ലൈഫ് സൈക്കിൾ വരുന്നത്, അതിലുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഡയഗ്രത്തിലൂടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ റെക്റ്റാങ്കിളിലും കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ലൈഫ് സൈക്കിളിലുള്ള ഓരോ സ്റ്റെപ്സുകളാണ്. സോ നമുക്ക് അത് ഓരോന്നുമായിട്ട് നോക്കാം. ആദ്യം തന്നെ വരുന്നു പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. സോ അതിന് ശേഷം പ്രോബ്ലം ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് വരുന്നുണ്ട്. സോ ഈ ഓരോ സ്റ്റേജിനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴെ ഡിസ്കസ് വരുന്നുണ്ട്. സോ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയതിന് ശേഷം ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നിന്നും രണ്ട് രീതിയിൽ നമുക്ക് പോവാം. ഒന്നെങ്കിൽ പ്രൊജക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് പോവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നോളജ് അക്വിസിഷനിലോട്ട് പോവാം. ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നിന്നും പ്രൊജക്റ്റ് പ്ലാനിങ് നടത്തിയതിന് ശേഷം നോളജ് അക്വിസിഷനിലോട്ട് പോകാം, അല്ലെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടും നോളജ് അക്വിസിഷനിലോട്ട് പോകാം. അതിനുശേഷം നോളജ് റെപ്രസെൻറ്റേഷൻ, അതുപോലെ റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നോളജ് ഇംപ്ലിമെൻറ്റേഷൻ, അതിനുശേഷം വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ, ഇൻസ്റ്റാളേഷൻ ആൻഡ് ട്രാൻസിഷൻ ആൻഡ് ട്രെയിനിങ്, അതിനുശേഷം ലാസ്റ്റ് ഓപ്പറേഷൻ, എവാലുവേഷൻ ആൻഡ് മെയിൻ്റെനൻസ്. സോ ഇവിടെ നമുക്ക് കാണാം 4 സ്റ്റെപ്പുകൾ ഒരു സർക്കിളിൻ്റെ ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നോളജ് നമ്മൾ അക്വിസിഷൻ ചെയ്തു, അതോ നോളജ് അക്വയർ ചെയ്തതിന് ശേഷം ആ നോളജ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം ആ നോളജ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ നടത്തുന്നു. വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ നടത്തിയതിന് ശേഷം എല്ലായ്പ്പോഴും എന്താവണമെന്നില്ല, ഈ ഇൻസ്റ്റാളേഷൻ ആൻഡ് ട്രാൻസിഷൻ ആൻഡ് ട്രെയിനിങ്ങിലോട്ട് പോകുന്നില്ല. വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും ചേഞ്ചുകളോ മാറ്റങ്ങളോ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ വീണ്ടും നോളജ് അക്വിസിഷൻ നടത്തിയതിന് ശേഷം ഈ ഒരു പുതിയ റെപ്രസെൻറ്റേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഈ ഒരു രീതിയിൽ ഒരു സൈക്കിൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ 4 സ്റ്റെപ്സ് എന്ത് ചെയ്യുന്നത്, ഒരു റൗണ്ടിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാനുള്ള കാരണം. ഓക്കെ, സോ ഇതാണ് എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ലൈഫ് സൈക്കിൾ. ഓരോ സ്റ്റെപ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റേജിനെ കുറിച്ച് നോക്കാം. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ഫേസ്. Identify the problem and opportunity where the organization can obtain benefits from an expert system and establishing the expert system general goals. എന്താ പറയുന്നത്, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് ആണ്. ഫസ്റ്റ് ഫേസ് അഥവാ ആദ്യം തന്നെ നമ്മളൊരു എക്സ്പേർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ഫേസ് ആണ്. ഇതിലൂടെയാണ് കടന്നു പോവുക. അഥവാ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം, എന്തിനെ, പ്രോബ്ലത്തിനെയും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയെയും ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എക്സ്പേർട്ട് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതും അതിൻ്റെ ജനറൽ ഗോൾ എന്താണ് എന്നുള്ളതും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അല്ലെങ്കിൽ അത് പ്രോബ്ലംസും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഫേസാണ് ഈ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫേസ്. ദെൻ അതിനുശേഷം പോകുന്ന ഫേസാണ് ഫീസിബിലിറ്റി സ്റ്റഡി ഫേസ്, അല്ലേ? നമുക്കിവിടെ കാണാൻ പറ്റും ഫീസിബിലിറ്റി സ്റ്റഡിയിലോട്ടാണ് പോകുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഒരു എക്സ്പേർട്ട് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫീസിബിൾ ആണോ, പല നിലക്ക് നമുക്കത് ഫീസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. സോ അതിൻ്റെ ഫീസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്ന ഫേസാണ് ഫീസിബിലിറ്റി സ്റ്റഡി ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയുള്ള ഫീസിബിലിറ്റീസ് ഒക്കെ നോക്കും, ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കും. ടെക്നിക്കലി ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഓക്കെ ആണോ, അല്ലെങ്കിൽ ഈ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിനെ നമുക്ക് ടെക്നിക്കലി ഫീസിബിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. അതേപോലെ തന്നെ എക്കണോമിക്കലി അത് ഫീസിബിൾ ആവുമോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പറേഷണലി അത് ഫീസിബിൾ ആവുമോ, ഇങ്ങനെയുള്ള ഈ 3 തരത്തിലുള്ള ഫീസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു ഫേസാണ് ഫീസിബിലിറ്റി സ്റ്റഡി ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
അതിനുശേഷം ഫീസിബിലിറ്റി സ്റ്റഡി ഫേസിന് ശേഷം രണ്ട് പാത്താണുള്ളത്. ഒന്ന് പ്രൊജക്ട് പ്ലാനിങ്ങിലോട്ട് പോകും, അല്ലെങ്കിൽ നോളജ് അക്വിസിഷനിലോട്ട് പോകും. സോ പ്രൊജക്ട് പ്ലാനിങ് ഫേസിൽ വരുന്നത് പ്ലാനിങ് ഫോർ ദ എക്സ്പേർട്ട് സിസ്റ്റം പ്രൊജക്ട്. നമ്മളിപ്പോൾ ഒരു എക്സ്പേർട്ട് സിസ്റ്റം പ്രൊജക്റ്റിന് പ്ലാനിങ് ചെയ്യുക. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഡെവലപ്മെൻറ്റ് ടീം മെമ്പേഴ്സിനെ തീരുമാനിക്കുക, വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഏതാണോ എന്നുള്ളത് തീരുമാനിക്കുക, പ്രൊജക്റ്റ് ഷെഡ്യൂൾ അല്ലെ, ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഇന്ന ദിവസം എൻഡ് ചെയ്യണം, അതിൻ്റെ ബഡ്ജറ്റ് എത്രയാവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു ഫേസാണ് പ്രൊജക്റ്റ് പ്ലാനിങ് ഫേസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫേസാണ് ഫീസിബിലിറ്റി സ്റ്റഡി ഫേസിന് ശേഷം വരുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത്. ദെൻ മേ ബി ഈ പ്രൊജക്ട് പ്ലാനിങ് ഫേസ് കഴിഞ്ഞതിന് ശേഷം പോകുന്നത് നോളജ് അക്വിസിഷൻ ഫേസിലോട്ടാവാം, അല്ലെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡി ഫേസിൽ നിന്ന് ഡയറക്റ്റ് നോളജ് അക്വിസിഷൻ ഫേസിലോട്ടും വരാം. ഓക്കെ, സോ നോളജ് അക്വിസിഷൻ ഫേസ് എന്താണ് എന്നുള്ളത് നമുക്കറിയുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോളജ് അക്വിസിഷനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? എക്സ്ട്രാക്ടിങ് ഡൊമൈൻ നോളജ് ഫ്രം ഡൊമൈൻ എക്സ്പേർട്സ് ആൻഡ് ഡിറ്റർമൈനിങ് ദി സിസ്റ്റംസ് റിക്വയർമെൻറ്റ്സ് അല്ലേ. എന്താണ്? എക്സ്പേർട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ എക്സ്പേർട്ടിൽ നിന്നും എന്താണ് ഡൊമൈൻ നോളജിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് നോളജ് അക്വിസിഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോളജ് അക്വിസിഷനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക, അതിനുശേഷം ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്ന ഫേസാണ് നമുക്കറിയാം നോളജ് അക്വിസിഷൻ കഴിഞ്ഞാൽ പിന്നെ നോളജ് റെപ്രസെൻറ്റേഷൻ ആണ്. സോ നോളജ് റെപ്രസെൻറ്റേഷൻ ഫേസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റിംഗ് കീ കൺസെപ്റ്റ് ഫ്രം ദ ഡൊമൈൻ ആൻഡ് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് കൺസെപ്റ്റ്സ് യൂസിങ് ഫോർമൽ റെപ്രസെൻറ്റേഷൻ മെത്തേഡ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൽ കുറേ കൺസെപ്റ്റ്സ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഈ കീ കൺസെപ്റ്റ്സിന് നമ്മളുടെ ഡൊമൈനിൽ നിന്നുള്ള കീ കൺസെപ്റ്റ്, നമ്മൾ ഏത് ഡൊമൈനിലാണോ ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് ആ ഡൊമൈനിൽ നിന്നുള്ള കീ കൺസെപ്റ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോളജ് റെപ്രസെൻറ്റേഷൻ ഫേസിൻ്റെ ഇത്. അഥവാ കീ കൺസെപ്റ്റിന് മാത്രമല്ല, അത് തമ്മിലുള്ള ഈ കൺസെപ്റ്റ്സ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പിനെയും അതുപോലെ തന്നെ കീ കൺസെപ്റ്റ്സിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നോളജ് റെപ്രസെൻറ്റേഷൻ ഫേസിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ബൈ യൂസിങ് എന്താണ് ഫോർമൽ റെപ്രസെൻറ്റേഷൻ മെത്തേഡ്സ്. സോ അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കുറേ റെപ്രസെൻറ്റേഷൻ മെത്തേഡ്സ് ഉണ്ട്. സോ ആ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫേസാണ് നോളജ് റെപ്രസെൻറ്റേഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ അതിനുശേഷം വരുന്ന ഫേസാണ് നോളജ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. കോഡിംഗ് ദ ഫോർമലൈസ്ഡ് നോളജ് ഇൻ ടു എ വർക്കിംഗ് പ്രോട്ടോടൈപ്പ് അല്ലെ. ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ആയിട്ട് നമ്മൾ ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള നോളജിനെ കോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോളജ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. സോ ഈ നോളജ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ആയിരിക്കും, വർക്ക് ചെയ്യുന്ന ഒരു പ്രോട്ടോടൈപ്പ് ആയിരിക്കും. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോട്ടോടൈപ്പ് ആയിരിക്കും നോളജ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലൂടെ വരാം. മേ ബി എക്സ്പെക്റ്റ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു പ്രോട്ടോടൈപ്പ് ആയിരിക്കും. സോ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ആണ് അതിനുശേഷമുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വെരിഫൈയിങ് ആൻഡ് വാലിഡേറ്റിംഗ് എ വർക്കിംഗ് പ്രോട്ടോടൈപ്പ് എഗെയിൻസ്റ്റ് ദ സിസ്റ്റം റിക്വയർമെൻറ്റ്സ്. ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത് വെരിഫൈ ചെയ്യുക, അതുപോലെ തന്നെ വാലിഡേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു നോളജ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ടായിട്ട് കിട്ടിയിട്ടുള്ള ആ വർക്കിംഗ് പ്രോട്ടോടൈപ്പിനെ എന്ത് ചെയ്യുന്നു? വെരിഫൈ ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു ഫേസാണ് ഈ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ എന്ന് പറയുന്നത്. എന്ത് വെച്ചിട്ടാണ് അത് വെരിഫൈ ചെയ്യേണ്ടത്? നമ്മളുടെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ്, നമ്മളുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കുണ്ടായിരുന്ന സിസ്റ്റം റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പിനെ വെരിഫൈ ചെയ്യുകയും വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത്. നമ്മളുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷനും വാലിഡേഷനും നടത്തുക ഈ ഒരു സ്റ്റെപ്പിലാണ്. ആൻഡ് റിവൈസിങ് ഇറ്റ് ആസ് എ നെസറി അക്കോർഡിംഗ് ടു ഡൊമൈൻ എക്സ്പേർട്സ് ഫീഡ്ബാക്ക്. മേ ബി അതെന്തെയും റിവൈസ് ചെയ്യേണ്ടി വരും. സോ ഡൊമൈൻ എക്സ്പേർട്സിൻ്റെ ഫീഡ്ബാക്കിനനുസരിച്ച് മേ ബി അത് നെസറലി നമുക്കത് റിവൈസ് ചെയ്തിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നോളജ് അക്വയർ ചെയ്തതിന് ശേഷം വീണ്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. സോ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ സ്റ്റെപ്പിന് ശേഷം വീണ്ടും മേ ബി നോളജ് അക്വിസിഷനിലോട്ട് പോകാം. എക്സ്പേർട്ട് എഞ്ചിനീയേഴ്സൊക്കെ റിക്വസ്റ്റിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നോളജ് അക്വിസിഷനിലോട്ട് പോകാം. ഓക്കെ, സോ അതാണ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷനിൽ വരുന്നത്. ദെൻ ഇൻസ്റ്റാളേഷൻ, ട്രാൻസിഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. അതിൽ വരുന്നത് ഇൻസ്റ്റാളിങ് ദ ഫൈനൽ പ്രോട്ടോടൈപ്പ് ഇൻ ആൻ ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ്, ട്രെയിനിങ് ദ യൂസർ
ആൻഡ് ഡെവലപ്പിംഗ് ഡോക്യുമെൻറ്റേഷൻ ഓർ യൂസേഴ്സ് മാനുവൽ. എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത്? ഫൈനൽ പ്രോട്ടോടൈപ്പ്, നമ്മളിപ്പോൾ നോളജ് ഇംപ്ലിമെൻറ്റേഷൻ വഴി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫൈനൽ വർക്കിംഗ് പ്രോട്ടോടൈപ്പ് വെരിഫിക്കേഷനും വാലിഡേഷനും ചെയ്തതിന് ശേഷം അത് വെരിഫൈഡ് ആണ് അല്ലെങ്കിൽ വാലിഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ആ ഒരു ഫൈനൽ പ്രോട്ടോടൈപ്പിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അല്ലേ, ഇൻസ്റ്റാൾ ചെയ്യണം. സോ ആ ഒരു ഇൻസ്റ്റാളിങ് ചെയ്യുന്നത് ഈ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന ഫേസിലാണ്. സോ അത് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക? ഒരു ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ദെൻ അതിൻ്റെ യൂസേഴ്സിന്, ഇപ്പോൾ ആരാണോ ആ ഒരു എക്സ്പെർട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത് അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു, ട്രെയിനിങ് ദി യൂസർ, ആൻഡ് ഡെവലപ്പിംഗ് ഡോക്യുമെൻറ്റേഷൻ ഓർ യൂസേഴ്സ് മാനുവൽസ്. അതേപോലെ തന്നെ എന്ത് കൊടുക്കുന്നു? ഡോക്യുമെൻറ്റേഷൻസ്, അല്ലേ, അല്ലെങ്കിൽ യൂസേഴ്സ് മാനുവൽ പ്രിപ്പയർ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ അല്ലേ, അത് വേണ്ടി വരും. ആ ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും കാണിക്കുന്ന ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ യൂസേഴ്സ് മാനുവൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്റ്റാളേഷൻ, ട്രാൻസിഷൻ, ട്രെയിനിങ് ഫേസിൽ നടക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പാണ് ഓപ്പറേഷൻ, എവാലുവേഷൻ, മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഫേസ്. സോ ഇവിടെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഓപ്പറേഷൻ, എവാലുവേഷൻ, മെയിൻ്റനൻസ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത് റണ്ണിങ് ദ സിസ്റ്റം ഇൻ ആൻ ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ്, എവാലുവേറ്റിംഗ് ഇറ്റ്സ് പെർഫോമൻസ്, ബെനഫിറ്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ സിസ്റ്റം. ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ്, ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻസ്റ്റാളേഷനും ട്രാൻസിഷനും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തതിന് ശേഷമുള്ള ലാസ്റ്റ് സ്റ്റെപ്പാണ് ഓപ്പറേഷൻ, എവാലുവേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളിപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് നമ്മളിപ്പോൾ ഫൈനൽ പ്രോട്ടോടൈപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, അല്ലേ. സോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സിസ്റ്റത്തിനെ റൺ ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് ഈ ഒരു ഓപ്പറേഷൻ ആൻഡ് എവാലുവേഷൻ മെയിൻ്റനൻസ് എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. സോ റൺ ചെയ്തതിന് ശേഷം ആ ഒരു ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തിനെ റൺ ചെയ്തതിന് ശേഷം അതിനെ എവാലുവേറ്റിംഗ് നടത്തുന്നു. അതിൻ്റെ പെർഫോമൻസ് ആൻഡ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരു എവാലുവേഷൻ നടത്തുന്നതും ഈ ഒരു ഫൈനൽ സ്റ്റേജിലാണ്. സോ അങ്ങനെ എവാലുവേഷൻ നടത്തി എന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഈ ഒരു ഫൈനൽ സ്റ്റേജിലാണ്. സോ എവാലുവേഷൻ നടത്തി കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ഓപ്പറേഷണൽ, എവാലുവേഷൻ, മെയിൻ്റെനൻസ് എന്ന് പറയുന്ന ഫേസിൽ നടക്കുന്നത്. ഇത് ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ലൈഫ് സൈക്കിളിൻ്റെ ഫൈനൽ ഫേസാണ്. ഓക്കെ, സോ അത്രയാണ് നമുക്ക് എക്സ്പേർട്ട് സിസ്റ്റം ലൈഫ് സൈക്കിളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ദെൻ നമുക്ക് എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ടൂൾസുകൾ എന്താണ്, ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാം. ദേ റെഡ്യൂസ് എഫേർട്ട് ആൻഡ് കോസ്റ്റ് ഇൻവോൾവ് ഇൻ ഡെവലപ്പിംഗ് ആൻ എക്സ്പേർട്ട് സിസ്റ്റം ടു ലാർജ് എക്സ്റ്റെൻസ്, അല്ലേ. നമുക്ക് എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള എഫേർട്ട്, അതുപോലെ തന്നെ കോസ്റ്റ്, അതൊക്കെ റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾസാണ് എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസ് എന്ന് പറയുന്നത്. സോ എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ എഫേർട്ടും കോസ്റ്റും റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസാണിത്. സോ പവർഫുൾ എഡിറ്റേഴ്സ് ആൻഡ് ഡീബഗിങ് ടൂൾസ് വിത്ത് മൾട്ടി വിൻഡോസ്. സോ എന്താണ്? എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസ് ആണ്. പവർഫുൾ എഡിറ്റേഴ്സ്, അതുപോലെ തന്നെ ഡീബഗിങ് ടൂൾസ് വിത്ത് മൾട്ടി വിൻഡോസ് ഉള്ള ഡീബഗിങ് ടൂൾസ്, പവർഫുൾ എഡിറ്റേഴ്സ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഈ എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസിന് എക്സാമ്പിളാണ്. സോ നമ്മളത് എക്സ്പേർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസാണ്. സോ അതെന്ത് ചെയ്യുന്നു? ഇതിൻ്റെ വർക്ക് അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. ദേ പ്രൊവൈഡ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. അതേപോലെ തന്നെ നിങ്ങൾ ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് കഴിയുന്നുണ്ട്. സോ അത് അതിന് സഹായിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഹാവ് ഇൻബിൽറ്റ് ഡെഫിനിഷൻ ഓഫ് മോഡൽ, നോളജ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇൻഫറൻസ് ഡിസൈൻസ്. അതുപോലെ തന്നെ
അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻബിൽഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഓഫ് മോഡൽ, അതേപോലെ തന്നെ നോളജ് റെപ്രസെൻറ്റേഷൻ, ഇൻഫറൻസ് ഡിസൈനിങ് ഒക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നോളജ് റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടും, അതുപോലെ തന്നെ ഇൻഫറൻസ് ഡിസൈനിങ്. സോ അതൊക്കെ എൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് അതിനൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സം ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ദെൻ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ടൈപ്പ് ഓഫ് ടൂൾസ് അവൈലബിൾ ഫോർ എക്സ്പെർട്ട് സിസ്റ്റംസ്. ടൈപ്പ് ഓഫ് ടൂൾസ് ഇവിടെ കാണാൻ പറ്റും. മെയിൻ എക്സ്പെർട്ട് സിസ്റ്റം ടൂൾസിൻ്റെ ഒരു മെയിൻ 4 ടൈപ്പ് ഓഫ് ടൂൾസ് ആണുള്ളത്. അതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ടൂൾസുകളും ഉണ്ട്. സോ ടൈപ്പ് ഓഫ് ടൂൾസിൽ ഫസ്റ്റ് വരുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് വരുന്ന എക്സ്പെർട്ട് സിസ്റ്റം ടൂൾസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നും, അതുപോലെ തന്നെ സിമ്പിൾ മാനിപ്പുലേഷൻ ആയിട്ടുള്ള ഒന്നും. രണ്ടാമത്തെ എക്സ്പെർട്ട് സിസ്റ്റം ടൂൾസിൻ്റെ മെയിൻ കാറ്റഗറിയിൽ വരുന്നത് നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജുകളാണ്. സോ അതിൽ വരുന്നതാണ് സ്കെലിറ്റലും അതുപോലെ തന്നെ ജനറൽ പർപ്പസും. മൂന്നാമത്തെ കാറ്റഗറി സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ്, അതിൽ നോളജ് അക്വിസിഷൻ അതുപോലെ തന്നെ ഡിസൈൻ. നാലാമത്തെ സപ്പോർട്ട് ഫെസിലിറ്റീസിൽ അതിൽ പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ. സോ ഇതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഫസ്റ്റ് വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്ന എക്സ്പെർട്ട് സിസ്റ്റം ടൂൾസിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ്ഡ് ഫോർ എക്സ്പെർട്ട് സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആർ ജനറൽ എയ്തർ പ്രോബ്ലം ഓറിയൻറ്റഡ് ലാംഗ്വേജസ്. നമ്മൾ എക്സ്പെർട്ട് സിസ്റ്റം ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജുകളാണ്. എക്സാമ്പിൾ ഫോർട്രാൻ അതുപോലെ തന്നെ പാസ്കൽ. ഫോർട്രാൻ പാസ്കൽ പോലുള്ള പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജുകളും അതുപോലെ തന്നെ സിമ്പിൾ മാനിപ്പുലേഷൻ ലാംഗ്വേജുകളുമാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിട്ട് മോസ്റ്റ് ആയിട്ടും ഉപയോഗിക്കുന്നത്. സിമ്പിൾ മാനിപ്പുലേഷൻ ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലിസ്പ്, പ്രോലോഗ്. അപ്പോൾ സോ നിങ്ങൾ എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. ഫോർട്രാൻ ആൻഡ് പാസ്കൽ പോലുള്ള പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജുകളും ലിസ്പ് ആൻഡ് പ്രോലോഗ് പോലുള്ള സിമ്പിൾ മാനിപ്പുലേഷൻ ലാംഗ്വേജുകളുമാണ് മോസ്റ്റ് കോമൺലി എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിട്ട് എക്സ്പെർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പ്രോബ്ലം ഓറിയൻറ്റഡ് ലാംഗ്വേജുകൾ എന്ന് പറയുന്നത് എന്താണ്, ആർ ഡിസൈൻ ഫോർ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് പ്രോബ്ലംസ് അല്ലേ. എന്താണ് പർട്ടിക്കുലർ ക്ലാസ് ഓഫ് പ്രോബ്ലംസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രോബ്ലം ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സിമ്പിൾ മാനിപ്പുലേഷൻ ലാംഗ്വേജുകൾ എന്തിനാണ്, ആർ ഡിസൈൻ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ലിസ്പ് പോലുള്ള എന്താണ്, അത് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് സിമ്പിൾ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. ദെൻ രണ്ടാമത്തെ നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ്. സോ അതിൽ വരുന്നത് എ നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയാണ്. ഡിസൈൻ ടു കൺസ്ട്രക്ട് ആൻഡ് ഡീബഗ് എക്സ്പേർട്ട് സിസ്റ്റം. ഓക്കെ, സോ എക്സ്പേർട്ട് സിസ്റ്റം നോളജ് എഞ്ചിനീയറിംഗിലുള്ള എക്സ്പേർട്ട് സിസ്റ്റത്തിന് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെയാണ് നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഡിസൈൻ. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസ്ട്രക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡീബഗ് ചെയ്യാനും ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിനെ നോളജ് എഞ്ചിനീയറിംഗിൽ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാനോ ഡീബഗ് ചെയ്യാനോ ഒക്കെയാണ് നമ്മൾ നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നത്. ലാംഗ്വേജ് പ്രൊവൈഡ് സെർട്ടൻ ഫാക്കൽറ്റീസ് ഫോർ ബിൽഡിംഗ് എക്സ്പേർട്ട് സിസ്റ്റം. അതുപോലെ തന്നെ സെർട്ടൻ ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നത് നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജുകൾ എന്തിനു വേണ്ടി, എക്സ്പേർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി. സോ അതിൽ വരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കെലിറ്റൽ അതുപോലെ തന്നെ ജനറൽ പർപ്പസും ഉണ്ട് അല്ലേ. സോ സ്കെലിറ്റൽ എന്ന് പറയുന്നത് സ്കെലിറ്റൽ നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജസ് സിംപ്ലി എ സ്ട്രിപ്ഡ് ഡൗൺ എക്സ്പേർട്ട് സിസ്റ്റം ദാറ്റ് ഈസ് ദ എക്സ്പേർട്ട് സിസ്റ്റം വിത്ത് ഇറ്റ്സ് ഡൊമൈൻ സ്പെസിഫിക് നോളജ് റിമൂവ്ഡ് ലീവിങ് ഓൺലി ദ ഇൻഫറൻസ് എഞ്ചിൻ ആൻഡ് സപ്പോർട്ട് ഫെസിലിറ്റീസ്. എന്താ പറയുന്നത്, സ്കെലിറ്റൽ നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിലെ എന്താണ് സ്ട്രിപ്ഡ് ഡൗൺ എക്സ്പേർട്ട് സിസ്റ്റമാണ്. ഒരു സിംപ്ലി സ്ട്രിപ്ഡ് ഡൗൺ ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് സിസ്റ്റമാണ് സ്കെലിറ്റൽ നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് എന്താണ്
അത് എന്ത് ചെയ്യുന്നു, ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള നോളജുകളെ റിമൂവ് ചെയ്യുന്നു. ഡൊമൈൻ സ്പെസിഫിക് മീൻസ് ഷെല്ല് അല്ലേ, ഷെല്ല് നമ്മൾ പറഞ്ഞു, എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ല് എന്ന് പറഞ്ഞു. സോ എന്താണ്, ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള നോളജുകളെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താണ് ലാംഗ്വേജാണ് സ്കെലിറ്റൽ നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലിവിങ് ഓൺലി ദ ഇൻഫറൻസ് എഞ്ചിൻ ആൻഡ് സപ്പോർട്ട് ഫെസിലിറ്റീസ്. അത് എന്ത് ചെയ്യുന്നുള്ളൂ, അതിൽ ഇൻഫറൻസ് എഞ്ചിനും അതുപോലെ തന്നെ സപ്പോർട്ട് ഫെസിലിറ്റീസ് മാത്രമേ അതിൽ ലിവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. സോ ദെൻ രണ്ടാമത്തെ അതിലുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജുകളാണ്. അത് എന്താണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, മെനി ഡിഫറെൻറ്റ് problem areas such as knowledge extraction, giving inference or making user inference. അത് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് പ്രോബ്ലം ഏരിയാസിനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. എങ്ങനെയുള്ള നോളജ് എക്സ്ട്രാക്ഷൻ, അതുപോലെ തന്നെ ഇൻഫറൻസുകൾ, നമ്മൾ ഇൻഫറൻസ് നടത്തുക, അതുപോലെ തന്നെ യൂസർ ഇൻഫറൻസുകൾ മേക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറൽ പർപ്പസ് നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജുകളിൽ വരുന്നത്. ദെൻ അടുത്തതാണ് സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ് അല്ലേ, നമുക്ക് കാണാൻ പറ്റും തേർഡ് വണ്ണിൽ സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ് ഉണ്ട്. സോ അതിൽ വരുന്നത് ദ സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ് കൺസിസ്റ്റ് ഓഫ് പ്രോഗ്രാം വിച്ച് ഹെൽപ്പ് അക്വയർ ആൻഡ് റെപ്രസെൻറ്റ് ഡൊമൈൻ എക്സ്പേർട്ട് നോളജ് ആൻഡ് പ്രോഗ്രാംസ് വിച്ച് ഹെൽപ്പ് ഡിസൈൻ ദിസ് എക്സ്പേർട്ട് സിസ്റ്റം അണ്ടർ കൺസ്ട്രക്ഷൻ. സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതെന്താണ്, ഒരു പ്രോഗ്രാമാണ്. അത് എന്തിനു സഹായിക്കുന്നുണ്ട്, അക്വയർ ആൻഡ് റെപ്രസെൻറ്റ് ദ ഡൊമൈൻ എക്സ്പേർട്സ് നോളജ്. ഡൊമൈൻ എക്സ്പേർട്സ് നോളജിനെ അക്വയർ ചെയ്യാനും അത് റെപ്രസെൻറ്റ് ചെയ്യാനും സഹായിക്കുന്ന സം പ്രോഗ്രാംസിനെയാണ് നമ്മൾ സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ്, അക്വയർ ചെയ്യാനും നോളജിനെ അക്വയർ ചെയ്യാനും റെപ്രസെൻറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന എയ്ഡ്സാണ്. സോ എന്താണ്, പ്രോഗ്രാംസ് വിച്ച് ഹെൽപ്പ് ഡിസൈൻ ദ എക്സ്പേർട്ട് സിസ്റ്റം അണ്ടർ കൺസ്ട്രക്ഷൻ അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു പ്രോഗ്രാംസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എക്സ്പേർട്ട് സിസ്റ്റം അണ്ടർ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പേർട്ട് സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യാനും ഇത് സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ് കൊണ്ട് നമുക്ക് സാധിക്കും. സോ അതാണ് അതിൽ വരുന്നത്. ദെൻ ഫോർത്ത് എന്ന് പറയുന്നത് സപ്പോർട്ട് ഫെസിലിറ്റീസ് ആണ്. സോ ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക് നോളജ് സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ് മെയിനായിട്ടും നോളജ് അക്വിസിഷൻസിനും ഡിസൈനിങ്ങിനും വേണ്ടിയിട്ടാണ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ സപ്പോർട്ട് ഫെസിലിറ്റീസ് ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. അതിൽ പ്രോഗ്രാമിങ്ങും എക്സ്പ്ലനേഷനുമാണ് ഉള്ളത്. സപ്പോർട്ട് ഫെസിലിറ്റി അഥവാ അതിലുള്ള കുറേ ടൂൾസാണ്. ടൂൾ സപ്പോർട്ട് എൻവയോൺമെൻറ്റ് ഫെസിലിറ്റീസ്. ദീസ് ആർ സിംപ്ലി സോഫ്റ്റ്വെയർ പാക്കേജസ് വിച്ച് കം വിത്ത് ഈച്ച് ടൂൾ ടു മേക്ക് ഇറ്റ് മോർ യൂസർ ഫ്രണ്ട്ലി ആൻഡ് മോർ. നമ്മൾ ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിനെ മോർ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോർ അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി അതുപോലെ തന്നെ മോർ സിമ്പിൾ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സം ടൂൾസാണ്, സപ്പോർട്ടിങ് ടൂൾസാണ് ഈ ഇതിൽ വരുന്നത്, സപ്പോർട്ട് എൻവയോൺമെൻറ്റ് ഫെസിലിറ്റീസിൽ വരുന്നത്. സോ എന്താണ്, സോഫ്റ്റ്വെയർ പാക്കേജുകളാവാം, പ്രോഗ്രാംസ് ആവാം, എന്തും ആവാം. ഓക്കെ. സോ നിങ്ങൾക്ക് ഇവിടെ അത് കാണാൻ പറ്റും. കോമ്പണൻസ് ഓഫ് സപ്പോർട്ട് എൻവയോൺമെൻറ്റ് ഫോർ എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസ്. സപ്പോർട്ട് എൻവയോൺമെൻറ്റ് എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസിന് കോമ്പണൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണോ ടൂൾ സപ്പോർട്ട് എൻവയോൺമെൻറ്റ്. സോ ഇതിൽ പലതരത്തിലുള്ള ഇതുണ്ട്. ഡീബഗിങ് എയ്ഡ്സ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫെസിലിറ്റീസുകളുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നോളജ് ബേസ്ഡ് എഡിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിമ്പിളാക്കാൻ. എക്സ്പ്ലനേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ സബ് പാർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് മോർ യൂസർ ഫ്രണ്ട്ലി ആൻഡ് മോർ സിമ്പിളാക്കി മാറ്റുന്നത് ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിനെ. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.